നമസ്കാരം. റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരുങ്ങുന്ന എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റീസണിങ്ങിന്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ റീസണിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷനെ പറ്റി പറഞ്ഞായിരുന്നു. റീസണിങ്ങിന്റെ സിലബസ് എന്താണ്, എങ്ങനെയാണ് റീസണിങ്ങിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതെല്ലാം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുതൽ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അനലോഗി എന്ന് പറയുന്നത് എന്താണ്? സിമിലാരിറ്റി ആണ്. ഓക്കെ, അനലോഗി എന്ന് പറയുമ്പോൾ സിമിലാരിറ്റി ആണ്. അപ്പം രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ അവര് ക്വസ്റ്റ്യനകത്തൊരു റിലേഷൻ തരും, അതെന്താണെന്ന് മനസ്സിലാക്കി അടുത്ത കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ ആ ഒരു സിമിലാരിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അടുത്ത എന്ത് വരുമെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് രീതിയിൽ ചോദിക്കാം. ബേസ്ഡ് ഓൺ ഫാക്ട് വരാം, ബേസ്ഡ് ഓൺ ആൽഫബറ്റ് വരാം, ബേസ്ഡ് ഓൺ നമ്പർ വരാം. ബേസ്ഡ് ഓൺ ഫാക്ട് എന്ന് പറയുമ്പോൾ ആ തരുന്ന കാര്യത്തിനകത്തുള്ള ആ ഒരു ഐഡിയ വെച്ചിട്ടാണ്, അതിന്റെ ഒരു മീനിങ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് GK റിലേറ്റഡ് ആവാം, അതേപോലെ ഇംഗ്ലീഷ് റിലേറ്റഡ് ആവാം. ഇംഗ്ലീഷ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ആ വേർഡിന്റെ മീനിങ് വെച്ചിട്ട്, അതായത് ചിലപ്പം ഓപ്പോസിറ്റ് വേർഡ്സ് ആവാം, ചിലപ്പം ഒരേ മീനിങ് ഉള്ള വേർഡ്സ് ആവാം. ഇപ്പൊ GK എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കെമിസ്ട്രി ആവാം, ഫിസിക്സ് റിലേറ്റഡ് ആവാം, ബയോളജി ആവാം, ഹിസ്റ്ററി ആവാം, ജിയോഗ്രഫി, അങ്ങനെ ഏത് സബ്ജക്ട് വേണമെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആവാം. അപ്പൊ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ എടുക്കാൻ പറ്റും. ഇവിടെ ഒത്തിരി പാടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല, കോമൺലി എല്ലാവർക്കും അറിയാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി ബേസ്ഡ് ഓൺ ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അവിടെ ABCD അവരുടെ ഒരു പൊസിഷൻ വാല്യൂ ഒക്കെ വെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു സിമിലാരിറ്റി വരത്തുള്ളൂ. ഇനി ബേസ്ഡ് ഓൺ നമ്പർ ആകുമ്പോൾ മൾട്ടിപ്പിൾ ആവാം, സ്ക്വയർ ആവാം, ക്യൂബ് ആവാം, അങ്ങനെയുള്ള റിലേഷൻ ആണ് നമ്പർ വരും. അപ്പൊ നമുക്ക് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പം റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിനായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദിശ അക്കാഡമി ടർബോ എന്ന പേരിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ ഒരു ബാച്ചിൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതാണ്, അതേപോലെ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ലൊരു അവസരമാണ്. ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പം ഇത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് വേർഡ് ഓൺ ദ സെയിം ബേസിസ് ആസ് സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ദി ഫസ്റ്റ് വേർഡ്. അതായത് ഗ്രീനും കളറും തമ്മിൽ എന്താണോ ബന്ധം, അതേപോലെ ആപ്പിളിന് പകരം എന്താണ് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കളറാണ്. അതായത് ആദ്യത്തെ കാര്യം എന്താണെന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. അങ്ങനെയാണ് ആപ്പിൾ എന്നുള്ളത് എന്താണ്, ആപ്പിൾ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് ആണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയൺ എന്നുള്ളത് Fe എന്ന് വന്നെങ്കിൽ സിൽവർ എന്നുള്ള എന്ത് വരും? അപ്പൊ ഇത് ഒരു കെമിസ്ട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ആ ഒരു കാര്യം അറിയാവുന്നവർക്ക് വളരെ എളുപ്പമാണ്. എന്താണ് അയൺ എന്നുള്ളതിന്റെ കെമിക്കൽ സിമ്പിൾ ആണ് Fe എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സിൽവർ എന്നുള്ളതിന്റെ സിമ്പിൾ എന്താണ്, അർജന്റ് എന്നുള്ളതിന്റെ ലാറ്റിൻ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള Ag ആണ് സിൽവറിന്റെ സിമ്പിൾ ആയിട്ട് വരും. അർജന്റ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നുള്ള Ag എന്നുള്ളതാണ് സിൽവറിന്റെ സിമ്പിൾ വരുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം, എണ്ണ എന്ന് പറഞ്ഞാൽ എന്തിന്റെ സിമ്പിൾ ആണ്, സോഡിയം ആണ്. Cl എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണ്. K എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജപ്പാൻ ടോക്കിയോ. അങ്ങനെയാണെങ്കിൽ ചൈന എന്താണ്? അപ്പൊ ഇത് അറിയാവുന്നവർക്ക് എളുപ്പമാണ്. എന്താണ്, ജപ്പാന്റെ ക്യാപിറ്റൽ ആണ് ടോക്കിയോ. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ ക്യാപിറ്റൽ ഏതാണ്? ബെയ്ജിംഗ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ C ബെയ്ജിംഗ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓസ്ലോ എന്ന് പറഞ്ഞാൽ നോർവേയുടെ ക്യാപിറ്റൽ ആണ്. ന്യൂഡൽഹി നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണ്. ഹവാന ക്യൂബയുടെ ക്യാപിറ്റൽ ആണ്. ഈ ക്യാപിറ്റൽ അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഏതാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ആ ഒരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പൊതുവെ കേൾക്കുന്ന കാര്യമാണ്. ചൈനയുടെ ക്യാപിറ്റലൊക്കെ നമ്മൾ പൊതുവെ കേട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹോട്ട് കോൾഡ്. അങ്ങനെയാണെങ്കിൽ സ്പീക്ക് എന്നുള്ളത് എന്ത് വരും? അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ അതിന്റെ ഒരു മീനിങ് വെച്ചിട്ടല്ലേ വരുന്നത്. ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂട്, കോൾഡ് എന്ന് പറഞ്ഞാൽ തണുപ്പ്. അപ്പൊ എന്താണ്, ഇവര് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ്സ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ സ്പീക്ക് എന്നുള്ളതിന്റെ, സംസാരിക്കുക എന്നുള്ളതിന്റെ, സ്പീക്ക് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? സൈലന്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും വരില്ല. ഓപ്ഷൻ D സൈലൻസ് എന്നുള്ളതാണ് സ്പീക്കിന്റെ ഓപ്പോസിറ്റ് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓഡോമീറ്റർ മോഷൻ. അങ്ങനെയാണെങ്കിൽ അമ്മീറ്റർ എന്താണ്? ഈ ഓഡോമീറ്റർ എന്താണ്? ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മോഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഓഡോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മീറ്റർ എന്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്? അമ്മീറ്റർ
കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആക്കുക. ഇതൊരു ഫിസിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അമ്മീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അറിയാമെങ്കിൽ ആൻസർ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് പോകാം. കറണ്ട് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇപ്പൊ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് GK റിലേറ്റഡ് വരാം, ഇംഗ്ലീഷ് വരാം. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ GKയുടെ ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ ഈ രീതിയിലാണ് ഫാക്ട് ബേസ്ഡ് വരുന്നത്. ഇനി നമ്മൾ ആൽഫബറ്റ് അനലോഗി ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ആൽഫബറ്റ് അനലോഗി വരുമ്പോൾ അവിടെ മീനിങ് ഒന്നും വെച്ചിട്ടല്ല, എന്താണ് A മുതൽ Z വരെയുള്ള അക്ഷരങ്ങളുടെ ഒരു പൊസിഷൻ വെച്ചിട്ടാണ്. ഞാൻ അത് ഇൻട്രൊഡക്ഷന്റെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അത് എഴുതുന്നത് നമ്മൾ പ്രത്യേക രീതിയിലാണ്. A മുതൽ M വരെ എഴുതിയിട്ട് N മുതൽ Z വരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതും. അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എഴുതിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് അത് കൂടി വരുവാണോ അല്ലെങ്കിൽ കുറഞ്ഞു വരുവാണോ, അതെന്താണ് അവരുടെ ഒരു ബന്ധം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ആദ്യം ഒരു പേർ അവർ തന്നിട്ടുണ്ട്. എർത്ത് എന്നുള്ളത് ഇതായെങ്കിൽ വീനസ് എന്നുള്ളത് എന്താവും? നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് അങ്ങോട്ട് എഴുതി നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണത് എഴുതണ്ടേ? അത് മേളിലും താഴോട്ട് എഴുതുന്നത്. ഇങ്ങനെ എഴുതുന്നതായിരിക്കും നമുക്ക് നോക്കാനെളുപ്പം. എർത്ത് എന്ന് എഴുതിയിട്ട് HBUWK. ഇവിടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ രീതിയിൽ എപ്പോഴും റിലേഷൻ വരുന്നത് E to H, A to D ഇങ്ങനെ ഒരു കണക്ഷൻ ആയിരിക്കും വരുന്നത്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ വരണമെന്നില്ല. ചില ക്വസ്റ്റ്യൻ റിവേഴ്സ് രീതിയിലും ആകാം. നമ്മൾ ആദ്യം ഇങ്ങനെ നേരെ നേരെ നോക്കുക. E എങ്ങനെ H ആയി നോക്കുക. E എങ്ങനെ H ആയി നോക്കുമ്പോൾ E5 H8 ആണ്. അങ്ങനെയാണ് എത്ര ആണ് കൂടുന്നത്? 3 ആണ് കൂടുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് നോക്കിയാലും മതി. കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യണം. E കഴിഞ്ഞുള്ള ആളാണ് 1 2 3 കൂടി. അടുത്ത A എങ്ങനെ D ആയി നോക്കുക. A1 D4. അവിടെ എന്താണ്? 3 കൂടി പ്ലസ് 6 U. 6 18 U 21. അവിടെ എന്താണ്? പ്ലസ് 3. TW T20 W21. അവിടെ എന്താണ്? പ്ലസ് 3. ഓക്കെ, HK 8 11. അപ്പൊ ഇവരെല്ലാം എന്താണ്? നേരെ നേരെ ഉള്ള റിലേഷൻ തന്നെയാണ്. എല്ലാം എന്ത് തന്നെയാണ്? പ്ലസ് 3 എന്നാണ് വരുന്നത്. അതായത് 3 കൂട്ടിയാൽ മതി. 3 കൂട്ടിയുള്ള ആൽഫബറ്റ് ആണ് വരേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ചോദിച്ചിരിക്കുന്ന ഏതാണ്? വീനസ് എന്നുള്ളതാണ്. അപ്പൊ വീനസ് എന്നുള്ളത് എല്ലാ അക്ഷരങ്ങളുടെയും കൂടെ 3 കൂട്ടുന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പ്ലസ് 3 ചെയ്യുമ്പോഴാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ V പ്ലസ് 3 V 22 22 3 25 ആരാണ്? Y ആണ് നമ്മുടെ ആൻസറിന്റെ ആദ്യത്തെ ലെറ്റർ. E പ്ലസ് 3 5 3 8. അപ്പൊ YH. ഓക്കെ, നിങ്ങൾ ചുമ്മാ ഓപ്ഷൻ നോക്കിയേ. YH എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ല ഉള്ളൂ. YH എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളൂ. കാരണം ബാക്കിയെല്ലാം YQ എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇത് തന്നെയാണ് ആൻസർ. നിങ്ങൾ ബാക്കി നോക്കിയാലും ഇത് തന്നെ കിട്ടത്തുള്ളൂ. വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പൊ N 14 പ്ലസ് 3 7. അടുത്ത Q വരും. U പ്ലസ് 3 24. അതായത് X വരും. S പ്ലസ് 3 19 3 22 V വരും. നമ്മൾ എടുത്ത ആൻസർ ഉള്ള അതേപോലെ തന്നെ കിട്ടി. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരും. അടുത്ത് നോക്കാം. ഇവിടെ ABD എന്നുള്ളത് ഇവിടെ ഒരു പെയറായിട്ട് തന്നെ കണ്ടുപിടിക്കാനാണ്. നമുക്കൊരു പെയർ തന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ വരുന്ന പെയർ ഏതാണെന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. ക്ലിയർ? ഇതേ രീതിയിൽ വരുന്ന പെയർ ഏതാണെന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ABD EGHI. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നേരെ നേരെ തന്നെ നോക്കാം. A എങ്ങനെ E ആയി നോക്കുക. 1 5. ഇപ്പൊ എന്താണ്? 4 കൂടി. ഓക്കെ, B to G B2 G7. ഇപ്പൊ എന്താണ്? 5 കൂടി. ഓക്കെ, DH D4 H8 ആണ്. വീണ്ടും എന്താണ്? 4 കൂടി. ഇപ്പൊ ഇവിടെ +4 +5 +4. അതായത് നടുക്ക് ഒരു 4 മാത്രം +5, അപ്പുറത്തും ഇപ്പുറത്തും +4. ഇതേ രീതിയിൽ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റൂ? ഓരോരോ ഓപ്ഷനായിട്ട് എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റൂ. നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വെച്ച് ഇങ്ങനെ തന്നെ നോക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? എഴുതി നോക്കാം. നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ IKLNRP. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ I എങ്ങനെ എന്നായി നോക്കാം. I എങ്ങനെ എന്നായി നോക്കുമ്പോൾ I 9 N 14 ആണ്. അപ്പൊ എന്താ വരുന്നത്? +5 അല്ലേ? അപ്പൊ തന്നെ നമുക്കറിയാം. ആദ്യം നമുക്ക് എന്താ വരേണ്ടത്? +4 എന്നാ വരേണ്ടത്. അപ്പൊ തന്നെ അത് കട്ട് ചെയ്യുക. അപ്പൊ തന്നെ ഓപ്ഷൻ A വരത്തില്ല എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ? ബാക്കി നോക്കണമെന്നില്ല. KR അങ്ങനെ LT നോക്കണമെന്നില്ല. ആദ്യം തന്നെ +5 വന്നപ്പോൾ അത് ശരിയായിട്ട് വന്നില്ല. ഇനി അടുത്ത് എന്ത് ചെയ്യുക? അടുത്ത നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് OPR എന്നുള്ള UTY. അപ്പൊ നിങ്ങൾ നോക്കി ഇങ്ങനെ തന്നെ നോക്കിയാൽ ഫുൾ എഴുതണമെന്നില്ല. O എങ്ങനെ U ആയെന്ന് നോക്കിയേ. O15 U21 +6 അല്ലേ വരുന്നത്? അപ്പൊ അതുമല്ല. കാരണം നമുക്ക് ആദ്യം +5 ആണ് +4 ആണ് വരേണ്ടത്. +4 ആണ് നമുക്ക് വരേണ്ടത്. അപ്പൊ അതുമല്ല. അടുത്ത ഓപ്ഷൻ നോക്കി. അടുത്ത് വരുമ്പോൾ ആദ്യത്തെ അക്ഷരം I ഉം M. ഓക്കെ, I M വരുമ്പോൾ I 9 M 13. അപ്പം +4 വരുന്നത് നമുക്ക് ഫുൾ ആയിട്ട് എഴുതി നോക്കാം. IJLMOP. ഓക്കെ, I to M +4 വരുന്നുണ്ട്. J to O എടുത്താലോ
ജെ 10 ഓ 15 അവിടെ എന്ത് വരുന്നുണ്ട് +5 വരുന്നുണ്ട്. എൽ പി എൽ 12 പി 16 അവിടെ +4. അതായത് നമ്മൾ ക്വസ്റ്റിന് തന്നേക്കുന്ന അതേ രീതിയിൽ തന്നെ ഇവിടെ വരുന്നുണ്ട് +4 +5 +4. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ? അപ്പൊ ഇതേ രീതിയിലാണ് നോക്കേണ്ടത്. അപ്പൊ ആ പേരായിട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ വളരെ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വീക്ക് എന്നുള്ളത് EIFQ എന്നായെങ്കിൽ സേവ് എന്നുള്ളത് എന്താവും? ഓക്കെ, B to E 2 5 അപ്പൊ എന്താണ് +3. E to I E 5 I 9. ഓക്കെ, 5 9 അപ്പൊ എന്താണ് 4 കൂടി, അതായത് +4. AF A1 F 6 അപ്പൊ എന്താണ് 5 കൂടി +5. K to Q എന്ന് പറയുമ്പോൾ K 11 Q 17 അപ്പൊ എന്താണ് +6. എന്താണ് റിലേഷൻ? 3 4 5 6 കൂടി വരും, അതായത് 3. അതേ രീതിയിൽ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക. 4 5 6. S + 3 19 3 22, അതായത് ആൻസർ ആയ B വരും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ 6 തുടങ്ങുന്നത്. അപ്പൊ ഇത് കട്ട് ചെയ്യാം. ബാക്കി നോക്കാം. A + 4 1 4 5, അതായത് അടുത്ത E വരും. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷനോടെ കട്ട് ചെയ്യാം? ഇതും കൂടെ കട്ട് ചെയ്യും, ഇതും വരത്തില്ല എന്ന് പറയാം. ഇനി 2 ഓപ്ഷനാണ് മുന്നിലുള്ള, അതിലേതാണെന്ന് അറിയാൻ പറ്റും. I + Y 9 5 14 14 എന്ന് പറയുന്ന N ആണ്. അപ്പം BEN എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അവിടെ വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത് നോക്കിയാൽ 12 6 18 അടുത്ത് വരുന്ന 6 തന്നെയാണ്. നോക്കിയില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചാൽ ആൻസർ പറയാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. RPM എന്നുള്ളത് IGD ആയെങ്കിൽ XVS എന്നുള്ളത് എന്താവും? ഓക്കെ, R എങ്ങനെ I ആണെന്ന് നോക്കാം. 6 18 I 9. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആണെന്ന് ഡൗട്ട് വരാം, ഓപ്പോസിറ്റ് രീതിയിലുള്ള കണക്ഷൻ ആണെന്ന് ഡൗട്ട് വരാം. അങ്ങനെ ഡൗട്ട് വന്ന് നിങ്ങൾ അടുത്തോട്ട് നോക്കാം. അടുത്ത Pയും Gയും ഓപ്പോസിറ്റ് അല്ലല്ലോ, അപ്പൊ ഓപ്പോസിറ്റ് രീതിയിലല്ല. അപ്പൊ നിങ്ങൾ അല്ലാതെ നോക്കുക. 18 എന്നുള്ളത് 9 ആയി. 18 എന്നുള്ളത് 9 ആയെന്ന് പറയുമ്പോൾ എന്താണ്? കുറവാണ്. എത്രയാണ് കുറഞ്ഞത്? -9. അതായത് -9 തന്നെ ഡിനോട്ട് ചെയ്യാം. -9 തന്നെ ഡിനോട്ട് ചെയ്യാം. അടുത്ത് നോക്കാം. PG P 16 G 7 ആണ്. അപ്പൊ 16 7ലേക്ക് പോയത് അവിടെ എന്താണ്? കുറവാണ്. എത്രയാണ് കുറയുന്നത്? അവിടെ 9 തന്നെ കുറവാണ്, -9 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് രീതിയിലല്ല. ഓക്കെ, അടുത്ത MD M 13 D 4. അപ്പൊ അവിടെ എന്താണ്? അവിടെ 9. അപ്പൊ ഇങ്ങനെ വലിയ നമ്പേഴ്സ് കുറഞ്ഞു വരാം. ഓക്കെ, വലിയ നമ്പേഴ്സ് കുറഞ്ഞു വരാം. അപ്പൊ ഈ രീതിയിലാണ് റിലേഷൻ വന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? അതേ രീതിയിൽ അപ്ലൈ ചെയ്യുക. എല്ലാത്തിന്റെയും കൂടെ 9 കുറയ്ക്കുക. ഓക്കെ, അപ്പൊ X - 9 എന്ന് പറയുമ്പോൾ 24 9 എത്രയാണ്? 15 ആണ്. 15 എന്ന് പറയുമ്പോൾ ആരാണ് അക്ഷരം? O ആണ്. അപ്പൊ സ്റ്റാർട്ടിങ് O വരുന്നു. O വരുന്ന അതേ ഒരു ഓപ്ഷൻ ആണ്. അവിടെ വെച്ചാൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓപ്ഷൻ O. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരും. അടുത്ത ഞാൻ വേണമെങ്കിൽ 9 കുറയ്ക്കുന്നതുകൊണ്ട് ഞാൻ ഡൗട്ട് വരുന്നുണ്ട്, ഞാൻ ചെയ്ത് കാണിക്കാം. 22 9 കുറച്ച് എത്രയാണ്? 13 എന്ന് പറഞ്ഞാൽ M ആണ്. M ആണ് അടുത്ത് വരും. S - 9 19 9 കുറച്ച് എത്രയാണ്? 10. അപ്പൊ അടുത്ത ആൻസർ തന്നെയല്ലേ? OMJ എന്നുള്ള ആൻസർ തന്നെയാണ് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ABC ZYX. ഓക്കെ, DEF എന്താവും? നോക്കി. AZ ഏതാണ്ട് Z ആണ്. 1 26 പ്ലസ് 25. അങ്ങനെ നിങ്ങൾ നോക്കണ്ട, അല്ലാതെ നോക്കി. ഇങ്ങനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? ഓപ്പോസിറ്റ് വന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ്. രണ്ടുപേർ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് കണക്ട് ചെയ്തൂടെ? AZ ഓപ്പോസിറ്റ് എന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാം. അടുത്ത എങ്ങനെ വരുമോ നോക്കി. BAY അത് ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ ഇവിടെ പൊസിഷൻ വാല്യൂ വലിയ പ്രാധാന്യം ഇല്ല. ക്ലിയർ ആണ്? ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണ്. അടുത്ത് നോക്കി. CAX ഉണ്ട്, അതും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഓപ്പോസിറ്റ് ആൽഫബറ്റ്സ് ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് വരുന്ന ആൽഫബറ്റ്സ് ആണ്. അല്ലാതെ അവിടെ കൂട്ടുന്ന കുറയ്ക്കുന്ന രീതി നോക്കണമെന്നില്ല. അപ്പൊ ഇവിടെ അതേപോലെ ചെയ്താൽ പോലെ. D യുടെ ഓപ്പോസിറ്റ് ആരാണ്? W. ഇപ്പൊ W. E യുടെ ഓപ്പോസിറ്റ് V. F യുടെ ഓപ്പോസിറ്റ് U. WVU ഓപ്ഷൻ D ആണ് ആൻസർ വരും. അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് രീതിയിൽ കണക്ട് ചെയ്യുന്ന രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ആൽഫബറ്റ് അനലോഗിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അടുത്തേക്ക് നമ്മൾ നമ്പർ അനലോഗ് നോക്കാൻ പോവാണ്. ഇപ്പൊ നമ്പർ അനലോഗ് എന്ന് പറയുമ്പോൾ ഈ ഫാക്ട് ബേസ്ഡ് അപേക്ഷിച്ചും ആൽഫബറ്റിനെ അപേക്ഷിച്ചും കുറച്ചുകൂടെ പാട് വരുന്ന ഒരു കാര്യമാണ് നമ്പർ അനലോഗ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. മൾട്ടിപ്പിൾ വരാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് നമ്പർ കൂട്ടി വരാം, കുറച്ച് വരാം, ഡിവൈഡ് ചെയ്ത് വരാം, സ്ക്വയർ വരാം, ക്യൂബ് വരാം, അങ്ങനെ ഇഷ്ടം പോലെ പോസിബിലിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പർ അനലോഗ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ അതിന്റെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്പർ അനലോഗ് ഇപ്പൊ നമ്പേഴ്സുമായിട്ട് നല്ല ടച്ച് വേണം. നിങ്ങൾ മൾട്ടിപ്പിൾസ്, ഞാനത് ഇൻട്രൊഡക്ഷന്റെ ക്ലാസ് അവർ പറഞ്ഞാണ്, മൾട്ടിപ്പിൾസ് കാണാതെ പഠിക്കണം.
20 വരെയുള്ള നമ്പർ ടേബിൾ കാണാൻ പഠിക്കണം. അതേപോലെ സ്ക്വയർ നമ്പേഴ്സ്, ക്യൂബ് നമ്പേഴ്സ്, പ്രൈം നമ്പർ, ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആൻസർ ചെയ്യാം. അതേപോലെ കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടും. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. Choose the correct answer from the given option below based on given numerical similarity. ഈ സിമിലാരിറ്റി വെച്ചിട്ട് എന്ത് വരും? ഇപ്പൊ നോക്കി 35 എന്നുള്ളത് 7 ആയെങ്കിൽ 125 എന്നുള്ളത് എന്താവും? അപ്പൊ 35 7 നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നില്ല, അതായത് 7 × 5 ആണ് 35. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോൾ, കാരണം നമുക്ക് ആൻസർ വേണ്ട ഇവിടുന്ന് അങ്ങോട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോൾ എങ്ങനെ പറയാം? ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞൂടെ? ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചാലോചിക്കുകയാണെങ്കിൽ × 5 ആണ്, 7 × 5 ആണ് 35. അതായത് ഏത് നമ്പറിനെ × 5 ചെയ്താലാണ് 125 കിട്ടുന്നത് നോക്കിയാലും മതി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 125 ഡിവൈഡഡ് ബൈ 5 എത്രയാണ് വരുന്നത്? 25 എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി 25 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 37 എന്നുള്ളത് 65 ആയെങ്കിൽ 51 എന്നുള്ളത് എന്താവും? ഓക്കെ, 37 65 നമ്മൾ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടൊന്നും വരുന്നവരല്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എത്ര കൂട്ടിയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എത്രയാണ് നോക്കുക. 65 നിന്ന് നിങ്ങൾ 37 കുറച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കൂട്ടുമ്പോഴാണ് 65 കിട്ടുന്നതെന്ന് മനസ്സിലാവും. ഇവിടെ വരുമ്പോൾ 28, അതായത് 28 കൂട്ടുമ്പോഴാണ് 65 വരും. ഓക്കെ, ഇങ്ങനെ പ്രത്യേകിച്ച് മൾട്ടിപ്പിളോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനൊന്നും അല്ലെങ്കിൽ ഒരു നമ്പർ കൂട്ടുന്ന രീതിയിലാണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ അതേപോലെ ചെയ്ത ആൻസർ വരുമെന്ന് നോക്കി. 51 + 28 51 + 28 എന്നുള്ള എത്രയാണ് വരുന്നത്? 79. അത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അത് തന്നെയാണ് ആൻസർ 79. ഒരു പക്ഷേ 79 എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കണക്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ ഉള്ള സ്ഥിതിക്ക് അത് തന്നെയാണ് ആൻസർ വരുന്നത്. 79 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13 38 അങ്ങനെയാണ് 17 എന്താവും? ഓക്കെ, 13 എന്നുള്ളത് 38 ആയെങ്കിൽ 17 എന്നുള്ളത് എന്താവും? അപ്പം ഇവിടെ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ആയിട്ടൊന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ നോർമൽ നേരത്തെ എഴുതി നോക്കുമ്പോൾ 25 കൂട്ടുമ്പോഴാണ് 38 വരുന്നത്. അങ്ങനെ ഇവിടെ 25 കൂട്ടുമ്പോൾ 42 പക്ഷെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? +25 എന്നുള്ള രീതിയിലല്ല, ഇവിടെ കണക്ഷൻ വരുന്നത്. അപ്പൊ വേറെ ഏതോ രീതിയിലാണ്. വേറെ ഏതൊക്കെ രീതി വരാൻ ആലോചിച്ചു. 13ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നില്ല, പക്ഷെ 13ന്റെ മൾട്ടിപ്പിളിന് അടുത്ത് വരുന്നില്ലേ? 13ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയാൻ പറ്റും. അതിനാണ് ഞാൻ ടേബിൾ കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞത്. 13 26 39 13 × 3 39 ആണ്. അപ്പൊ 39 ഒരു 1 കുറച്ച 38 ആയില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പറയാം? 13 × 3 ചെയ്യുക, അതിൽ ഒരു 1 കുറച്ച 38 ആയില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ബന്ധം വരുന്നത്? × 3 - 1. നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഉറപ്പിക്കാം. ഒരുപക്ഷെ അതും ഓപ്ഷൻ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ നോക്കി, ഇവിടെ 17 × 3 - 1 ചെയ്താൽ എന്ത് വരും നോക്കി? 17 × 3 - 1 ചെയ്താൽ 17 × 3 51 ആണ്. 51 - 1 50. 50 എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ കൂടുതൽ ചിന്തിക്കാനില്ല. 50 തന്നെയാണ് ആൻസർ വരുന്ന. ഓപ്ഷൻ ഡി 50 ആണ് ആൻസർ വരുന്നത്. മൾട്ടിപ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് അറിയണം, അപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 50 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 9 20 21 എന്ത് വരും? അപ്പൊ നമ്മൾ നോർമൽ രീതിയിൽ തന്നെ ആദ്യം നോക്കാം. 9ന്റെ കൂടെ 11 കൂട്ടുമ്പോഴാണ്, 9ന്റെ കൂടെ 11 കൂട്ടുമ്പോഴാണ് 20 വരുന്നത്. അങ്ങനെയാണ് 21ന്റെ കൂടെ 11 കൂട്ടും 32 ഓപ്ഷൻ ഇല്ല, അപ്പൊ കൂട്ടുന്ന രീതിയിലല്ല. പിന്നെ എങ്ങനെയാണ് 9 ും 20 നമുക്ക് റിലേഷൻ വരുന്നത് നോക്കുക. 9ന്റെ ഡയറക്റ്റ് മൾട്ടിപ്പിൾ അല്ല. നേരത്തെ ഇതുപോലെ മൾട്ടിപ്പിളിന് അടുത്ത് വരുന്നത് നോക്കി. 9 × 2 18 ആണ്. അതിൻ്റെ ഒരു 2 കൂട്ടുകാർ എന്ത് ആയില്ല, അതായത് × 2 + 2 എന്ന് പറയാം. 2 കൊണ്ട് ഗുണിക്കുക, അതായത് ഇരട്ടി എടുക്കുക, 2 കൂട്ടുക. ഇവിടെ അങ്ങനെ നോക്കിയാൽ ഓപ്ഷൻ വരുന്നുണ്ടോ? × 2 + 2 21ന്റെ ഇരട്ടി, അല്ലെങ്കിൽ 21 × 2 എന്ന് പറഞ്ഞാൽ 42 ആണ്. 42 2 44. ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയപ്പോൾ ആദ്യം കൂട്ടി വരുന്ന രീതി നോക്കാം. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്പിൾ വരണമെന്നില്ല, ഇങ്ങനെ മൾട്ടിപ്പിളിന്റെ കൂടെ കൂട്ടിയ കുറച്ച് വരാം. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു പെയറായിട്ട് കണ്ടുപിടിക്കാനാണ്. 19 361 അങ്ങനെയാണെങ്കിൽ അതേപോലെ വരുന്ന പെയറാണ്. അപ്പൊ ഇത് സ്ക്വയർ നമ്പേഴ്സ് കാണാതെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. കാരണം 19ന്റെ സ്ക്വയർ ആണ് 361. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണം. ഇതിന്റെ സ്ക്വയർ അല്ലേ ഓർമ്മ വന്നാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
അപ്പോൾ ആദ്യം വരുന്ന നമ്പറിന്റെ സ്ക്വയർ ആണ് രണ്ടാമത് പറയുന്നത്. അങ്ങനെ വരുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പെയർ ഏതാണെന്ന് നോക്കിയാൽ പോലെ 13 169. 13ന്റെ സ്ക്വയർ അല്ലേ 169. അപ്പൊ അവിടെ വെച്ചാൽ ആൻസർ ആയി ഓപ്ഷൻ എ ആണ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻ ആണെങ്കിൽ ചുമ്മാ നോക്കാം. 15 225 ആയിരുന്നു വരേണ്ടത്, അപ്പൊ അതല്ല. 9ന്റെ സ്ക്വയർ 81 ആയിരുന്നു വരേണ്ടത്, അപ്പൊ അതുമല്ല. 12 സ്ക്വയർ 144 ആണ്, അപ്പം അതും തെറ്റാണ്. ഓപ്ഷൻ എ മാത്രമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. 13ന്റെ സ്ക്വയർ ആണ് 169. ഓക്കെ, ഇപ്പൊ സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ് ആണ് അവിടെ വന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ അനലോഗിയിൽ ചോദിക്കുന്ന രീതിയിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. അനലോഗിയിൽ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം, ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം, അതേപോലെ നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും വരാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കുള്ള ഐഡിയ കിട്ടും. അതേപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യം, കോഴ്സിൽ, അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ആ ഒരു നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളത് ജോയിൻ ചെയ്യാൻ. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അതേപോലെ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും. എല്ലാവരും ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.